ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഓവണൊന്നുമില്ലാതെ ഉണ്ടാക്കാം. പഞ്ചസാര ചേർക്കാതെയാണ് ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ക്യാരറ്റ് പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർക്കുക. ഗീ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഡയറക്റ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഡയറക്റ്റ് ചേർക്കുന്നവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തേക്കുക. ഞാൻ 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഈ ഗീയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്താൽ കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലുള്ള ക്യാരറ്റിലെ വെള്ളം ഒന്ന് ഡ്രൈ ആകുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് കറുത്ത മുന്തിരിയും, അതായത് ബ്ലാക്ക് റൈസിൻസ് ആണ് കേട്ടോ, പിന്നെ 1/4 കപ്പ് ബ്രോക്കൺ കാഷ്യൂസും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ കശുവണ്ടിയും കിസ്മസും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 200 ഗ്രാം ശർക്കര പൊടിച്ച് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് 2 കഷ്ണം പട്ടയും ഒരു 6-7 ഗ്രാമ്പും കൂടി ചേർത്തിട്ട് ചൂടാക്കാം. ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി കഴിയുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ശർക്കര പാനിയാക്കിയത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ശർക്കരയിലെ കരടും കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് പൊടിച്ച ശർക്കര കല്ലില്ലാത്തത് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ ശർക്കര പാനി ഇരുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. നമുക്കിത് ഇടയ്ക്ക് കേക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരും. ആ സമയത്ത് ഇത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പാല് ചേർത്താലും മതി. ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈരിലെ കട്ട നുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അരിപ്പയിലൂടെയാണ് അരിച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ചേർത്താലും മതി. ഇനി ശർക്കരയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അത് ഈ സമയത്ത് ചേർക്കുക. അപ്പോൾ ശർക്കരയിലെ ആ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് മൈദക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. 1 കപ്പിന് 1/2 ടീസ്പൂൺ എന്ന രീതിയിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. 1 ടീസ്പൂൺ എന്ന രീതിയിൽ ബേക്കിംഗ് പൗഡറും ചേർക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. മൈദ 2 കപ്പാണ് ഞാൻ അരിച്ചു വെച്ചിരിക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ മൈദ ചേർത്ത് വന്നപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഓരോ പ്രാവശ്യം മൈദ ചേർക്കുമ്പോഴും ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത് കേട്ടോ. ഇനി ബാക്കി പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ 2 കപ്പ് പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആണ്. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ പാൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. കുറച്ച് കട്ടിയാണ്. ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർക്കുമ്പോൾ ഇത് പാകത്തിന് ലൂസാകും. 50 മില്ലി ഓയിലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ചേർക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ കുക്കിംഗ് ഓയിലോ ഏതെങ്കിലും ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. ഇപ്പോൾ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗീയിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിലേക്ക് 1 ടീസ്പൂൺ പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള മോൾഡ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇത് ഓവണിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് മോൾഡാണ്. നിങ്ങളിത് കണ്ടിട്ട് ഇതുപോലത്തെ ഗ്ലാസ് പാത്രം എടുത്തിട്ട്
ബേക്ക് ചെയ്യാൻ നോക്കരുത് കേട്ടോ, അത് ബ്രേക്ക് ചെയ്യും. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്ക് പൊടി തൂവിയെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്ററുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതോടൊപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വിസ്ക് മാറ്റിയിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ട് വടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഗ്ലാസ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് ഇത് ബേക്ക് ചെയ്യാനുള്ള പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേക്ക് ചെയ്യാനുള്ള പോട്ട് ഒരു 15-20 മിനിറ്റെങ്കിലും നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ബേക്കിംഗ് ഓവണിലല്ല ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഒരു പോട്ടിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ പോട്ട് ആണെങ്കിലും ബേക്കിംഗ് ഓവൺ ആണെങ്കിലും നേരത്തെ തന്നെ അത് ചൂടാക്കിയിട്ടിരിക്കണം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കണം കേട്ടോ. ഈ പോട്ടിനുള്ളിൽ ഞാനൊരു ലിഡ് വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ മോൾഡ് താഴെ മുട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് കവർ ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 45-50 മിനിറ്റ് വയ്ക്കുക. ഞാനിതിപ്പോൾ 55 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം ഞാൻ കുത്തി നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 55 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഈ ചൂടായിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് അല്പം ബട്ടർ ഇട്ടിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്ത് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് ഉടനെ തന്നെ മാറ്റി ഒരു പലകയിലേക്ക് വെക്കണം. അല്ലെങ്കിൽ പാനിൽ തന്നെ ഇരുന്നാൽ ഈ കേക്ക് ഹാർഡായി പോവും. ഇനി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. താഴെ ഭാഗമൊന്നും കരിഞ്ഞിട്ടില്ല, നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കത്തി വയ്ക്കുന്നത് അറിയുന്നതേ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാതെയും ഉണ്ടാക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ലിക്കറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. ക്യാരറ്റ് ഒഴിവാക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കറക്റ്റ് കളറിലാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടി ഡാർക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ പാലിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്താൽ മതിയാകും കേട്ടോ. നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. പഞ്ചസാര ചേർക്കാത്തതാണെന്ന് പറയുകയില്ല കണ്ടാൽ. കുറച്ചുകൂടി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം വരെ ശർക്കര നമുക്ക് അഴിപ്പിച്ച് എടുത്തിട്ട് ചേർക്കാം. ശർക്കര പൊടിയായും കിട്ടുന്നുണ്ട് കേട്ടോ. കല്ലും ഇതൊന്നും കരടൊന്നും ഇല്ലാത്ത ശർക്കര പൊടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പഞ്ചസാര ചേർക്കുന്നത് പോലെ ശർക്കര പൊടി ചേർത്താലും മതിയാകും. അപ്പോൾ അതിന് പകരം നമ്മൾ വെള്ളമോ പാലോ ചേർക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക്